ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന കോപ്പറേറ്റീവ് ബാങ്ക് പരീക്ഷകൾക്ക് ബാങ്കിംഗ് എന്ന് പറയുന്ന പേപ്പറുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഓരോ ഭാഗങ്ങളും ഞാൻ മൊഡ്യൂളായി നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മൊഡ്യൂളിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്ക് പെർഫോം ചെയ്യുന്ന പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഒരു കൊമേഴ്സ്യൽ ബാങ്കിൻ്റെ സെക്കൻഡറി ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആധികാരികമായിട്ടുള്ള എൻ്റെ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. സെക്കൻഡറി ഫങ്ഷൻസ്. ദ മോഡേൺ കൊമേഴ്സ്യൽ ബാങ്ക്സ് in addition to the primary functions perform a large number of other functions. ഒരു കൊമേഴ്സ്യൽ ബാങ്ക് അതിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ കൂടാതെ തന്നെ ഒരുപാട് മറ്റ് ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. ദ ടോട്ടൽ സെക്കൻഡറി ഫംഗ്ഷൻസ് മേ ബി മോഡലി ക്ലാസിഫൈഡ് ഇൻ ടു. ഇത് നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ഏജൻസി സർവീസസ് ആൻഡ് ജനറൽ യൂട്ടിലിറ്റി സർവീസസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏജൻസി സർവീസും പിന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസുമാണ്. അപ്പോൾ ഈ ഏജൻസി സർവീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ബാങ്ക് ആക്ട് ആസ് ആൻ ഏജന്റ് ഓഫ് ഹിസ് കസ്റ്റമർ ഇൻ പെർഫോമിംഗ് സർട്ടൻ ഫംഗ്ഷൻസ്. കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ബാങ്ക് ഒരു ഏജന്റായിട്ട് ആക്ട് ചെയ്യുകയും അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ചില ഫംഗ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ഒന്നാമത്തെ കേസ് പേയ്മെന്റ് ആൻഡ് കളക്ഷൻ ആണ്. പേയ്മെന്റ് ആൻഡ് കളക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാങ്കർ മണി റിസീവ് ചെയ്യും, അതോടൊപ്പം തന്നെ പേയ്മെന്റ്സ് നടത്തുകയും ചെയ്യും. ഉദാഹരണത്തിന് പേയ്മെന്റ് ഓഫ് ഇൻഷുറൻസ് പ്രീമിയം, പേയ്മെന്റ് ഓഫ് മെമ്പർഷിപ്പ്, സബ്സ്ക്രിപ്ഷൻ ക്ലബ്ബ്, ലൈബ്രറീസ്, പ്രൊഫഷണൽ അസോസിയേഷൻ എക്സെട്ര. Then payment of rent and salaries, then collection of dividend on behalf of customers, then collection of pension, rent, etc. Then transfer of funds from one account to another. ഇതൊക്കെ പേയ്മെന്റ് ആൻഡ് കളക്ഷൻ എന്ന് പറയുന്ന ഏജൻസി സർവീസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കേസാണ്. ഇപ്പോൾ ഒരു കസ്റ്റമർ പറയുന്നു, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഓരോ മാസവും ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കാൻ പറഞ്ഞാൽ ബാങ്ക് അത് ചെയ്യും. അതുപോലെ ക്ലബിനും ലൈബ്രറീസിനും ഒക്കെ, പ്രൊഫഷണൽ അസോസിയേഷനും ഒക്കെ മെമ്പർഷിപ്പ് ഫീസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സബ്സ്ക്രിപ്ഷനോ കൊടുക്കാൻ പറഞ്ഞാൽ ബാങ്ക് അത് ചെയ്യും. അതുപോലെ ബാങ്ക് റെന്റ് കളക്ട് ചെയ്യും, അല്ലെങ്കിൽ പേയ്മെന്റ് ഓഫ് റെന്റ് ചെയ്യും, സാലറീസ് കൊടുക്കും. അങ്ങനെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പേയ്മെന്റ് ആൻഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ഏജന്റായിട്ട് ബാങ്ക് ആക്ട് ചെയ്യും. അതാണ് ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് പേയ്മെന്റ് ആൻഡ് കളക്ഷൻ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ബാങ്ക് അണ്ടർടേക്ക് ടു പർച്ചേസ് ആൻഡ് സെൽ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ഓഫ് എ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഓൺ ബിഹാഫ് ഓഫ് ഹിസ് കസ്റ്റമേഴ്സ്. ഇവിടെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഷെയറുകളോ ഡിബഞ്ചറുകളോ ഒക്കെ വാങ്ങുന്ന സമയത്ത് അത് വാങ്ങാൻ ബാങ്ക് ഏറ്റെടുക്കുന്ന ഒരു രീതിയുണ്ട്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ആ ജോലി ബാങ്ക് ഏറ്റെടുക്കും. അങ്ങനെ കസ്റ്റമേഴ്സിന് വേണ്ടി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ നിന്ന് ഷെയറോ ഡിബഞ്ചറോ ഒക്കെ വാങ്ങുന്ന ആ ഒരു അണ്ടർടേക്കിംഗ് നമ്മൾ വിളിക്കുന്ന പേരാണ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്. അതാണ് രണ്ടാമത്തെ ഏജൻസി സർവീസ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ ഏജൻസി സർവീസ് ആക്ട് ആസ് എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ട്രസ്റ്റി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കേസാണ്. ആക്ട് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ട്രസ്റ്റി. എന്താണ് ഈ എക്സിക്യൂട്ടർ എന്ന് പറയുന്നത്? നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ വിൽപ്പത്രത്തിൽ ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ബാങ്കിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അഡ്മിനിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ഡിസീസ്ഡ് പേഴ്സൺ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വിൽപ്പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതിന് ഒരു ബാങ്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ബാങ്ക് ആക്ട് ആസ് ആൻ എക്സിക്യൂട്ടർ. അവിടെ ബാങ്ക് എക്സിക്യൂട്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അഡ്മിനിസ്റ്റർ അഡ്മിനിസ്ട്രേറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡിസീസ്ഡ് അക്കോർഡിംഗ് ടു ദി ലോ. നിയമാനുസൃതം ഒരു ബാങ്കിന് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി വിൽക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന കാര്യത്തിലോ ബാങ്കിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ആ പൊസിഷനിൽ നിന്നുകൊണ്ട് ബാങ്ക് അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി എന്ത് ചെയ്യും? കീപ്പ് ചെയ്യും. അതിനുവേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ബാങ്ക് ആക്ട് ആസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഇഷ്ടാനുസരണം അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടി ഒരു ട്രസ്റ്റിന് വേണ്ടി ആർക്കെങ്കിലും ബെനിഫിഷ്യറിക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ അവിടെ ഒരു ട്രസ്റ്റി ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ട്രസ്റ്റി ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ബാങ്ക് ഇവിടെ എന്തൊക്കെ ചെയ്തിരിക്കുകയാണ്? ആക്ട് ആസ് ആൻ എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് എ ട്രസ്റ്റി. അപ്പോൾ അതാണ് അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അടുത്ത ഏജൻസി സർവീസ്. അപ്പോൾ ഒന്നാമത്തെ പേയ്മെന്റ് ആൻഡ് കളക്ഷൻ, രണ്ടാമത്തെ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ്, ആക്ടിംഗ് ആസ് എക്സിക്യൂട്ടർ, അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ട്രസ്റ്റി. ഇനി നാലാമത്തത് ആക്ടിംഗ് ആസ് ആൻ അറ്റോർണി.
കസ്റ്റമർക്ക് വേണ്ടിയിട്ട് പവർ ഓഫ് അറ്റോർണി വരുന്ന സമയത്ത് അതിന്റെ അറ്റോർണി ആയിട്ട് ബാങ്കിന് ആക്ട് ചെയ്യാൻ പറ്റും. അതാണ് ആക്ടിങ് ആസ് ആൻ അറ്റോർണി എന്ന് പറയുന്നത്. അഞ്ചാമത്തെ കേസ് ആക്ടിങ് ആസ് കറസ്പോണ്ടന്റ് ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇവിടെ എന്താ ചെയ്യുന്ന ആക്ടിങ് ആസ് കറസ്പോണ്ടൻസ് ആൻഡ് റെപ്രസെന്റേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ദ ബാങ്ക് സെർവ് ആസ് ദ കറസ്പോണ്ടന്റ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ബാങ്ക് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുക, ഇൻകം ടാക്സ് അതോറിറ്റിയുമായിട്ട് കറസ്പോണ്ടൻസ് നടത്തുക. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഒരു ബാങ്ക് കസ്റ്റമേഴ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആക്ടിങ് ആസ് എ കറസ്പോണ്ടന്റ് ആൻഡ് റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അഞ്ചാമത്തെ ഏജൻസി സർവീസ് എന്ന് പറയുന്നത്. 6 കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. എന്താ ഈ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്? ബാങ്ക് കളക്ട് ഇൻഫർമേഷൻ ഓൺ വേരിയസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഇൻഫർമേഷൻ കളക്ടഡ്, advise the customers on the right type of investment and when their advice is sought by the customers. കണ്ടോ, ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ആ കസ്റ്റമർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് റൈറ്റ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഏജൻസി സർവീസിനെ വിളിക്കുന്ന പേരാണ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ 6ാമത്തെ കേസിലെ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. 7 റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. എന്താണ് ഈ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്? ദ ബാങ്ക് അറേഞ്ച് ഫോർ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അത് മെയിൽ ട്രാൻസ്ഫർ ആവാം, ടെലഗ്രാഫിക് ട്രാൻസ്ഫർ ആകാം. അങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറും ഏറ്റെടുക്കാറുണ്ട്, ബാങ്ക് ഏറ്റെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡറി സർവീസിലെ ഏജൻസി സർവീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒന്നാമത്തത് ബാങ്ക് മേക്ക് പേയ്മെന്റ് ആൻഡ് കളക്ഷൻസ് ഓൺ ബിഹാഫ് ഓഫ് ദ കസ്റ്റമേഴ്സ്. Then purchase and sale of securities on behalf of the customers. Bank acting as executor, administrator and a trustee. Then acting as an attorney. Then acting as a correspondent and the representatives of the customers. Then collection of information for the customers. Number 7, remittance of funds. Funds in the remittance. ഈ പറഞ്ഞിരിക്കുന്ന 7 കാര്യങ്ങൾ ബാങ്ക് ഏജൻസി സർവീസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇതാണ് ഏജൻസി സർവീസ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി രണ്ടാമത്തെ സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജനറൽ യൂട്ടിലിറ്റി സർവീസാണ്. അപ്പൊ എന്താണ് ഈ ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുന്നത്? സോ ദ ബാങ്കർ പ്രൊവൈഡ്സ് സർട്ടൻ ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ടു കസ്റ്റമേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. കസ്റ്റമേഴ്സിനും ജനറൽ പബ്ലിക്കിനും ചില ജനറൽ യൂട്ടിലിറ്റി സർവീസസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതേതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കേസ് കസ്റ്റമേഴ്സിന്റെ വളരെ പ്രധാനപ്പെട്ട വാല്യുബിൾസ് സേഫ് കസ്റ്റഡിയിൽ വയ്ക്കുന്നത് ബാങ്കാണ്. ഉദാഹരണത്തിന് ഷെയറുകൾ, ബാങ്ക് അക്സെപ്റ്റ് ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ദെൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസീറ്റ്സ്, ഡീഡ് പ്രോപ്പർട്ടി, ഇങ്ങനെയുള്ള വാല്യുബിൾസ് ഓഫ് ജുവലറി, ഇതെല്ലാം ബാങ്ക് സേഫ് കസ്റ്റഡിയിൽ ലോക്കറിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പൊ അതാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസ്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. അതാണ് ഒന്നാമത്തെ കേസ്, സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്. രണ്ടാമത്തെ കേസ് നമുക്കറിയാം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ വരുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട കേസാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. എന്താ ഈ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് അസ്യൂംസ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, so letter of credit is a sort of guarantee to the exporter that his draft will be honored by a specific banker up to a certain amount as per a specified terms. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ സാധാരണ കേസിൽ സാധനങ്ങളൊക്കെ എക്സ്പോർട്ട് ചെയ്യുകയോ ഇമ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവം? ഇവർ ഗ്യാരണ്ടി കൊടുക്കേണ്ടതുണ്ട്. എന്താ സംഭവം? എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഇമ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം സാധനങ്ങൾ വരുത്തുന്ന സമയത്തോ ഈ എക്സ്പോർട്ടർക്ക് ഈ അദ്ദേഹത്തിന് ഡ്രാഫ്റ്റ് ഫേവറായിട്ട് അല്ലെങ്കിൽ സ്പെസിഫൈഡ് പീരീഡിൽ തന്നെ അത് ഓണർ ചെയ്യുമെന്ന ബാങ്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി നമ്മൾ വിളിക്കുന്ന പേര് ലെറ്റർ ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ആ ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ ബേസിലാണ് അവർ സാധനങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ്പോർട്ടർക്ക് ഷുവർട്ടി ഉണ്ട്, അദ്ദേഹത്തിന്റെ ബില്ല് കറക്റ്റായിട്ട് കിട്ടും, അദ്ദേഹത്തിന്റെ ഡ്രാഫ്റ്റ് ഓണർ ചെയ്യുമെന്ന് ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്. എന്താ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്? ബാങ്ക് റെമിറ്റ് ഫണ്ട്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ത്രൂ എ നെറ്റ്വർക്ക് ഓഫ് ദെയർ ബ്രാഞ്ചസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസിലും അത് ചെയ്യുന്നുണ്ട്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നെറ്റ്വർക്ക് മുഖാന്തരം എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതാണ് മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ യൂട്ടിലിറ്റി സർവീസ്. 4 ഡീലിംഗ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്. ഡീലിംഗ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്. ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസിനെ സഹായിക്കുന്നുണ്ട്.
അടുത്ത ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണ് ബാങ്ക് ഡീലിംഗ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്. സോ ബാങ്ക് ഓഫേഴ്സ് വേരിയഡ് സർവീസസ് ഇൻ റെസ്പെക്ട് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇൻക്ലൂഡ് ഡെഫേർഡ് പേയ്മെന്റ്, ഇമ്പോർട്ട് പാക്കിംഗ് ഫെസിലിറ്റീസ്, എക്സ്പോർട്ട് ഫൈനാൻസ്, ഫോർവേഡ് കോൺട്രാക്ട്, ഇപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ബാങ്ക് ഇടപെടുകയും ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്സിനെ വളരെയേറെ സഹായിക്കുകയും ചെയ്യുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതും സെക്കൻഡറി ഫംഗ്ഷനിൽ വരുന്നതാണ്. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലീസ് ഫൈനാൻസിംഗ് ആണ്. എന്താണ് ഈ ലീസ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്? സാധാരണ കേസിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീനറി അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതിന് പകരം ഒരു നിശ്ചിത പീരീഡിലേക്ക് ലീസിനെടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ലീസിനെടുക്കുന്ന സമയത്ത് ആ കസ്റ്റമർക്ക് ആ ലീസിനെ ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നത് ബാങ്കുകളാണ്. അപ്പൊ ബാങ്ക് ആ ലീസ് ഫൈനാൻസ് ചെയ്യുന്ന പ്രോസസ് ചെയ്യുന്നുവെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്കൻഡറി ജനറൽ യൂട്ടിലിറ്റി സർവീസ് ആണ്. അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് ലീസ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. സോ ലീസ് ഈസ് എ മെത്തേഡ് ഓഫ് ഫൈനാൻസിംഗ് ഫോർ പർച്ചേസിംഗ് എക്യുപ്മെന്റ്സ് ആൻഡ് മെഷീനറിയോ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത്, ലീസിന് ഫൈനാൻസ് ചെയ്യുന്ന സമയത്ത് ആ ലീസ് ഫൈനാൻസ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ബാങ്ക് ചെയ്യുന്നുണ്ട്. അതാണ് ലീസ് ഫൈനാൻസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് പറഞ്ഞു, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറഞ്ഞു, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ് പറഞ്ഞു, അതുകൂടാതെ ഡീലിംഗ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ് പറഞ്ഞു, ലീസ് ഫൈനാൻസിംഗ് പറഞ്ഞു. ഇനി അടുത്ത കേസിൽ എന്ന് പറയുന്നത് ഫാക്ടറിംഗ് എന്ന് പറയുന്ന കേസാണ്. ഫാക്ടറിംഗ് നമുക്കറിയാം. ഫാക്ടറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ ടോട്ടൽ ഡെറ്റിന് ഒരു ഔട്ട്റേറ്റ് പർച്ചേസ് നടത്തുന്നു. മറ്റൊരു ബാങ്ക് അല്ലെങ്കിൽ മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മറ്റൊരു കമ്പനി അതിന് ഔട്ട്റേറ്റ് പർച്ചേസ് നടത്തുന്നു. ഉദാഹരണത്തിന് ഫാക്ടറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് LIC അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനാൻസിങ് സ്ഥാപനത്തിന് 1 കോടി രൂപയുടെ കടമുണ്ടെന്നിരിക്കട്ടെ, പുറത്ത് പിരിഞ്ഞു കിട്ടാനുണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ ഇത് കളക്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടി പുറത്തുനിന്നൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വരും. അങ്ങനെ അവർ വന്നു കഴിഞ്ഞാൽ ഇത്രയും ഡെറ്റ് ഒരുമിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഏജന്റിനെ സഹായിക്കുന്നത് ബാങ്കാണ്. അങ്ങനെ ഫാക്ടറിങ്ങിനെ സഹായിച്ചുകൊണ്ട് ജനറൽ യൂട്ടിലിറ്റി സർവീസ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിളിക്കുന്ന പേര് ഫാക്ടറിംഗ് എന്നാണ്. ഇനി അടുത്ത ഒരു സെക്കൻഡറി സർവീസ് എന്ന് പറയുന്നത് അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ആണ്. എന്താണ് ഈ അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത്? സോ ദ കമേഴ്ഷ്യൽ ബാങ്ക്സ് അണ്ടർറൈറ്റ് എ പോർഷൻ ഓഫ് ദ ഹോൾ ഓഫ് ദ പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്, ബോൺസ്, ഡിബഞ്ചേഴ്സ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ചില സാഹചര്യങ്ങളിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ന്യൂലി സ്റ്റാർട്ടഡ് കമ്പനിയാണെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഷെയറുകളോ ഡിബഞ്ചറോ ഒക്കെ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് റിയലൈസ് ചെയ്യാൻ, അത് വിറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ആ ഷെയറിന് ഔട്ട്റൈറ്റ് പർച്ചേസ് ചെയ്യുന്നു. മൊത്തമായിട്ടോ അല്ലെങ്കിൽ പാർട്ടായിട്ടോ ബാങ്കുകൾ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. അങ്ങനെ മൊത്തമായിട്ട് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ പാർട്ടായിട്ട് പർച്ചേസ് ചെയ്ത കമ്പനിക്ക് ഫൈനാൻസ് കൊടുക്കും. അപ്പോൾ ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് അണ്ടർറൈറ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ് എന്നാണ് വിളിക്കുന്നത്. അണ്ടർറൈറ്റിംഗ് ഇൻ സെക്യൂരിറ്റീസ്. അപ്പോൾ അത് ഔട്ട്റൈറ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും? കമ്പനി ഫ്ലറിഷ് ചെയ്തതിന് ശേഷം ബാങ്ക് എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് ആ റേറ്റ് കൂടുന്നതനുസരിച്ച് അതിന്റെ ഫേസ് വാല്യൂ കൂട്ടി അതെന്ത് ചെയ്യും? ബാങ്ക് വിറ്റ് അവരുടെ പൈസ കളക്ട് ചെയ്തോളും. അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് എന്നാണ്. ഇനി അടുത്ത സെക്കൻഡറി സർവീസ് എന്ന് പറയുന്നത് ടാക്സ് കൺസൾട്ടൻസിയാണ്. എന്താ ഈ ടാക്സ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്? The bank income tax department offers a complete tax service which consists of the advice on income tax and other personal taxes of the consumers. ഇവിടെ ടാക്സ് കൺസൾട്ടൻസി ആയിട്ട് ബാങ്ക് ആക്ട് ചെയ്യും. ഇൻകം ടാക്സ് അതോറിറ്റിയിൽ അതുപോലെ തന്നെ ടാക്സ് സർവീസുമായി ബന്ധപ്പെട്ട് കസ്റ്റമേഴ്സിന് അഡ്വൈസ് കൊടുക്കാനും അതുപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബാങ്ക് ഏറ്റെടുത്ത് ചെയ്യുന്ന സംവിധാനമുണ്ട്. അത് സെക്കൻഡറി സർവീസിൽ വരുന്നതാണ് ടാക്സ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. സെക്കൻഡറി സർവീസിൽ, ജനറൽ യൂട്ടിലിറ്റി സർവീസിൽ സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ് പറഞ്ഞു, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്, ദെൻ ഡീലിംഗ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്, ദെൻ ലീസ് ഫൈനാൻസിംഗ്, ഫാക്ടറിംഗ്, അതുപോലെ അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ദെൻ ടാക്സ് കൺസൾട്ടൻസി. ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്രെഡിറ്റ് കാർഡ്. ഡെബിറ്റ് കാർഡൊക്കെ ഇഷ്യൂ ചെയ്യാറുണ്ട്. എന്താ ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്? So the credit cards are issued to good customers having current or savings account free of charge. കറണ്ടോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അവർക്ക് ഗുഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് എന്നിരിക്കട്ടെ. അങ്ങനെ ഗുഡ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് ഫ്രീ ഓഫ് ചാർജിൽ ഇഷ്യൂ ചെയ്യുന്ന കാർഡുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റ് കാർഡ്. അപ്പോൾ ഈ കാർഡ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും സാധനങ്ങൾ വാങ്ങാം, അല്ലെ? ഇറ്റ് എനേബിൾസ് എ കസ്റ്റമർ ടു പർച്ചേസ് ഗുഡ്സ് ഓർ സർവീസസ് ഫ്രം റീറ്റെയിൽ ആൻഡ് സർവീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അപ് ടു എ സർട്ടൻ ലിമിറ്റ് വിത്തൗട്ട് മേക്കിംഗ് എനി പേയ്മെന്റ്. ഇമ്മീഡിയറ്റ് പേയ്മെന്റ് നടത്താതെ തന്നെ സാധനങ്ങളോ സേവനങ്ങളോ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാർഡിനെയാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ ബാങ്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അതിന്റെ പീരീഡ് ആകുമ്പോഴത്തേക്ക് ബാങ്ക് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് ഗുഡ് കസ്റ്റമേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പൊ അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ തന്നെ അവർക്ക് പേയ്മെന്റ് നടത്തി അല്ലെങ്കിൽ കാർഡിലൂടെ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള കാർഡുകളാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്ലാസ്റ്റിക് മണി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പിന്നെ നമ്മൾ വ്യക്തമായി പഠിക്കും. ഇപ്പം നമ്മൾ സെക്കൻഡറി സർവീസിൽ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഡെബിറ്റ് കാർഡ് ഉണ്ട്. എന്താ ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്? സോ ദിസ് ഈസ് എ കാർഡ് വിച്ച് ഫെസിലിറ്റേറ്റ് ദ പർച്ചേസ് ആൻഡ് പേയ്മെന്റ്സ് ഓഫ് ദ കാർഡ് ഹോൾഡർ ഇൻ ദ സെയിം വേ ആസ് ദ ക്രെഡിറ്റ് കാർഡ്. ഒരു ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഒരു ഡെബിറ്റ് കാർഡും വർക്ക് ചെയ്യുന്നത്. നമുക്ക് പേയ്മെന്റ് ഇല്ലാതെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ്. പക്ഷെ ഇത് തങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്ന എക്സ്റ്റൻഡ് ക്രെഡിറ്റ് ടു ദി കാർഡ് ഹോൾഡർ. കാർഡ് ഹോൾഡർക്ക് ക്രെഡിറ്റ് ആണ് കൊടുക്കുന്നത്. അതേസമയം ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് പറയുന്നത്? ഡെബിറ്റ് കാർഡ് ഡെബിറ്റ്സ് മണി ഫ്രം ഹിസ് അക്കൗണ്ട് ഡ്യൂറിംഗ് എ ട്രാൻസാക്ഷൻ. ഡെബിറ്റ് കാർഡിനകത്ത് നമ്മളെ ബാലൻസ് ഉണ്ടായിരിക്കണം, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരിക്കണം. നമ്മൾ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഡെബിറ്റ് കാർഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ സാധനം വാങ്ങിച്ചാൽ ഉടൻ തന്നെ നമ്മളെ അക്കൗണ്ടിൽ നിന്ന് അത്രയും പൈസ കട്ടായി പോവുകയാണ്. അതേസമയം ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇല്ല, ഈ കാർഡ് ഹോൾഡർക്ക് അക്കൗണ്ടിൽ പൈസ ഇല്ലാതെ തന്നെ ഈ കാർഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഒരു നിശ്ചിത പീരീഡ് കഴിയുമ്പോൾ മാത്രം നമ്മൾ പേയ്മെന്റ് നടത്തിയാൽ മതി. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് ക്രെഡിറ്റ് കാർഡ് എന്നാണ്. അങ്ങനെ ബാങ്ക് ഈ പറഞ്ഞിരിക്കുന്ന സേവനങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി പറയുന്ന സംഭവമാണ് ജനറൽ യൂട്ടിലിറ്റി സർവീസ് എന്ന് പറയുന്നത്. അത് സേഫ് കസ്റ്റഡി ഓഫ് വാല്യുബിൾസ്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ദെൻ റെമിറ്റൻസ് ഓഫ് ഫണ്ട്സ്, ദെൻ ഡീലിംഗ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബിസിനസ്, ലീസ് ഫൈനാൻസിംഗ്, ദെൻ ഫാക്ടറിംഗ്, ദെൻ അണ്ടർറൈറ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ്, ടാക്സ് കൺസൾട്ടൻസി, ദെൻ ക്രെഡിറ്റ് കാർഡ്, ദെൻ ഇഷ്യൂ ഓഫ് ഡെബിറ്റ് കാർഡ് എക്സെട്ര. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ എന്താ പറഞ്ഞത്? സെക്കൻഡറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡറി ഫംഗ്ഷൻ മനസ്സിലായാലും ഏജൻസി സർവീസും അതുപോലെ തന്നെ ജനറൽ യൂട്ടിലിറ്റി സർവീസുമാണ്. അപ്പം നിങ്ങൾ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വരാം. അപ്പം അതുകൊണ്ട് തീർച്ചയായും നിങ്ങളിത് മനസ്സിലാക്കി വയ്ക്കണം. നിങ്ങളിത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും. നിങ്ങൾക്ക് എന്റെ ക്ലാസ്